ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആഗ്രക്കോട്ടയാണ്. ആഗ്ര കോട്ടയിലേക്കാണ് വന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ പുറം ഭാഗത്തുള്ള ചെറിയൊരു കാഴ്ച കാണുകയാണ്. പക്ഷേ നമ്മൾ ഉള്ളിലേക്ക് കയറും. അക്ബർ പണി കഴിപ്പിച്ച ഒരു കോട്ടയാണ് ആഗ്ര കോട്ട എന്ന് പറയപ്പെടുന്ന, ആഗ്രയിലെ ചെങ്കോട്ട എന്ന് പറയപ്പെടുന്ന ഈ കോട്ട 1983 യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. താജ്മഹലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കോട്ടയാണിത്. 2.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. മുഗൾ ഭരണത്തിന് കീഴിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയാണിത്. അകത്തേക്ക് പ്രവേശിക്കാനുള്ള ടിക്കറ്റ് വാങ്ങി നിങ്ങൾ പ്രവേശിക്കുകയാണ്. ബാർബർ മുതൽ ഔറംഗസീബ് വരെയുള്ള ഒട്ടുമിക്ക മുഗൾ ചക്രവർത്തിമാർ ഇവിടെ നിന്നാണ് തൻ്റെ രാജ്യം ഭരിച്ചിരുന്നത്. അതായത് പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളെല്ലാം കൂടിക്കലർന്ന ആ ഒരു രാജ്യം ഭരിച്ചിരുന്നത് ഇവിടെ നിന്നായിരുന്നു. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ നിങ്ങൾ പല കൊത്തുപണികളും കാണുന്നുണ്ടാകും. പലതും മങ്ങിയിട്ടുണ്ട്, മാഞ്ഞു പോയിട്ടുണ്ട്. പലതും നമ്മുടെ അശ്രദ്ധ കൊണ്ട് നശിച്ചു പോയിട്ടുണ്ട്. അല്ലാഹ് എന്നൊക്കെ എഴുതി വെച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാനൊന്ന് സൂം ചെയ്യുന്നുണ്ട്. നമ്മൾ കോട്ടയിലേക്ക് കയറി ചെല്ലുന്നതിൻ്റെ മെയിൻ കവാടം എന്ന് പറയുന്നത് രാജാക്കന്മാർ യുദ്ധങ്ങളിലും മറ്റുമെല്ലാം ജയിച്ചു വന്നാൽ ആദ്യമായി കയറി വരുന്ന ഇടമാണ്. ഇതിലൂടെ ആനയുടെയും കുതിരയുടെയും മറ്റു ജീവികളുടെയും എല്ലാം പുറത്തു കയറി രാജാക്കന്മാർ കോട്ടയിലേക്ക് പ്രവേശിക്കുമ്പോൾ തോയിമാർ മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന ഈ 2 തൂണുകളുടെ മുകളിലുള്ള ആ ദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് പൂക്കളും മറ്റുമെല്ലാം എറിഞ്ഞ് സ്വീകരിക്കാറാണുള്ളത്. ഇനി നമ്മൾ കോട്ടയുടെ അകത്തേക്ക് പ്രവേശിക്കാം. നിലം കണ്ടു നിങ്ങൾ, ചെരിഞ്ഞ രൂപത്തിലാണുള്ളത്. അപ്പോൾ ആനകളും കുതിരകളും എല്ലാം ഇതിനകത്തേക്ക് പ്രവേശിച്ചാൽ തെന്നി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അതിനൊരു പരിഹാരം എന്ന രൂപത്തിൽ കല്ലുകളെല്ലാം പ്രത്യേക രൂപത്തിൽ നീണ്ട പാളികളായിട്ടാണ് ഇവിടെ നിലത്ത് ചേർത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈഡിലെല്ലാം നിങ്ങളൊരു പ്രത്യേക ഹോളുകൾ കണ്ടിട്ടുണ്ടാകും. ശത്രുക്കളും മറ്റുമെല്ലാം ഇതിനകത്തേക്ക് പ്രവേശിച്ചാൽ പെട്ടെന്ന് തിരിച്ചക്രമിക്കാൻ വേണ്ടിയിട്ട് ചുടുവെള്ളവും മറ്റുള്ളതുമെല്ലാം അതിലൂടെ ഒഴുക്കി ശത്രുക്കളെ പേടിപ്പിച്ച് ഓടിക്കാറുണ്ട്. മാത്രമല്ല ചെരിഞ്ഞ ഭാഗമായതുകൊണ്ട് തന്നെ കല്ലുകളെല്ലാം മുകളിൽ നിന്ന് താഴോട്ടിട്ടും ശത്രുക്കളെ ഓടിക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ജഹാംഗീർ കൊട്ടാരമാണ്. ഇത് അക്ബർ തൻ്റെ മകൻ ജഹാംഗീറിന് വേണ്ടി നിർമ്മിച്ചതാണ്. കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നേരെ മുൻഭാഗത്ത് കാണുന്നത് ജഹാംഗീർ കുളിച്ച ബാത്ത് ടാങ്കാണ്. ഇതിലായിരുന്നു ജഹാംഗീർ കുളിച്ചിരുന്നത്. തോയിമാർ പല ഭാഗത്തു നിന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. ഇതൊരൊറ്റ കല്ലിൽ നിർമ്മിച്ചതാണ്. പേർഷ്യൻ ഭാഷയിൽ ഇതിലെന്തൊക്കെയോ എഴുതി വെച്ചിട്ടുമുണ്ട്. ഇതിലേക്ക് കയറുവാനുള്ള സ്റ്റെപ്പുകളും നിങ്ങൾക്ക് കാണാം. കൊട്ടാരത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ പുറത്തുനിന്ന് കാണും പോലെ തന്നെയാണ്, ഉള്ളിൽ ഭയങ്കര ഇരുട്ടായിരിക്കും. പിന്നെ നമ്മൾ ചെന്ന് ചേരുന്നത് ഒരു നടുത്തളത്തിലാണ്. അതിനിടയിൽ ചില വാസ്തുശില്പങ്ങളും മറ്റുമെല്ലാം വന്ന് കണ്ടു നോക്കുക. ജഹാംഗീർ രാജാവ് ഇവിടെ വെച്ചായിരുന്നു നൃത്തം ആസ്വദിച്ചിരുന്നത്. ഇവിടെ കാണുന്ന വലത് ഭാഗത്താണ് രാജാവ് വിശ്രമിച്ചിരുന്നത്. നേരെ മുൻഭാഗത്ത് ലൈബ്രറി, ഇടത് ഭാഗത്ത് ഭക്ഷണശാല. ഈ മുകളിൽ കാണുന്ന 3 കൂടാരങ്ങളുണ്ടല്ലോ, ഇതിലാണ് രാജാക്കന്മാരുടെ ഭാര്യമാർ നൃത്തം കണ്ട് ആസ്വദിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. വെള്ളമെല്ലാം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ദ്വാരമാണ് നമ്മൾ കണ്ടത്. ബാബർ, ഹുമയൂൺ, അക്ബർ എന്നിവർക്ക് ശേഷമാണ് ജഹാംഗീർ ഭരണം ഏറ്റെടുക്കുന്നത്. തൻ്റെ മകന് വേണ്ടി ഉണ്ടാക്കിയ കൊട്ടാരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2000 ആളുകൾ കല്ല് വെട്ടിയിട്ടും അതുപോലെ തന്നെ 2000 ആളുകൾ ചുണ്ണാമ്പ് കൂട്ടി അത് കുഴച്ചുണ്ടാക്കുന്ന ആളുകളായിട്ടും 8000-ഓളം മറ്റു തൊഴിലാളികളും കൂടിയിട്ടാണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. 8 വർഷത്തോളം ഇതിനായി മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. 1573 ഈ കോട്ടയുടെ പണി പൂർത്തിയായത്. ഇന്നത്തെ ഈ കോട്ട കാണുന്നത് ഷാജഹാൻ്റെ ഭരണകാലത്താണ്. ആഗ്രക്കോട്ടയിൽ നിന്ന് ഷാജഹാൻ നോക്കിക്കണ്ട താജ്മഹലാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ ഭംഗിയിൽ യമുന നദിയോട് ചേർന്ന് നിൽക്കുന്ന താജ്മഹൽ. അത് സൂം ചെയ്തൊന്ന് കണ്ടു നോക്കി, എന്താണ് അതിൻ്റെ ഭംഗി അറിയുന്നത്. ഷാജഹാൻ ഈ ഒരു കോട്ടയ്ക്ക് മുകളിൽ നിന്ന് വെറുതെ അല്ല ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ന് ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും.
ശത്രുക്കൾക്ക് ആക്രമിക്കാൻ കഴിയാത്ത രൂപത്തിൽ കിടങ്ങ് കീറിയതൊക്കെ ഇവിടെ കാണാം. വലിയ കിടങ്ങാണത്. കോട്ടയുടെ സുരക്ഷയ്ക്കായി ഇരട്ട മതിലുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിനിടയിലാണ് ഈ കിടങ്ങ് സ്ഥിതി ചെയ്യുന്നത്. അക്ബറാണ് ഈ കോട്ട പണിതതെങ്കിൽ പിന്നീട് ഷാജഹാനാണ് ഇത്രയും നല്ല കരകൗശല വിദ്യകൾ ചേർത്തിട്ടുള്ള കോട്ട പണിതത്. ഇനി അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഷാജഹാൻ തൻ്റെ 2 പെൺമക്കൾക്കായി ഉണ്ടാക്കിയ 2 പവിലിയനാണ്. സ്വർണ്ണ പവിലിയൻ, ഗോൾഡൻ പവിലിയൻ എന്നാണ് അറിയപ്പെടുന്നത്. ജഹരാന, റോഷനാര എന്നീ 2 പെൺമക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടാൽ ചെറുതായി തോന്നുമെങ്കിലും അക്കാലത്ത് സ്വർണം മറ്റുള്ള അലങ്കൃത വസ്തുക്കൾ കൊണ്ട് വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കിയതാണിത്. ഇതിൻ്റെ ഉള്ളിൽ നിന്നും താജ്മഹൽ കാണാൻ വല്ലാത്ത ഭംഗിയാണ്. അതാണ് നിങ്ങൾ കാണുന്നത്. റോഷന്നാരുടെയും ജോഹന്നാരയുടെയും 2 പവിലിയനും ഞാൻ ഫോട്ടോ വെച്ച് കാണിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു ആകാശ ചിത്രം നിങ്ങൾക്ക് കാണാം. ഇതിൽ നിങ്ങൾ നടുവിൽ കാണുന്നതാണ് കാസ് മഹൽ. ഇതാണ് ഷാജഹാൻ ഉണ്ടാക്കിയ തൻ്റെ പ്രൈവറ്റ് പ്ലേസ്. ഇതിൻ്റെ 2 ഭാഗത്തുമായി കാണുന്ന 2 പവിലിയനാണ് തൻ്റെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ചുവന്ന ഭാഗമുണ്ടല്ലോ, അത് മുന്തിരിത്തോട്ടമായിരുന്നു. ഇതിലെ ഈ പറയുന്ന കാസ് മഹൽ എന്നുള്ളത് വെള്ള മാർബിൾ കൊണ്ടുണ്ടാക്കിയതാണ്. എന്നാൽ തൻ്റെ 2 ഡോക്ടർമാർക്കുണ്ടാക്കിയ ഈ പവിലിയൻസ് എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ചുവന്ന മണൽക്കല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണ്. 1631, 1640 ഇതിനിടയിലായിട്ടുണ്ടാക്കിയതാണ് ഈ പറയുന്ന ഈ കോട്ട കാസ് മഹൽ എന്നുള്ളത്. ഈ കാസ് മഹലിൻ്റെ മുമ്പിലായിട്ട് നിങ്ങളൊരു കുളം കണ്ടിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ ചിത്രത്തിൽ കാണിച്ചു തന്നു. ആ ഒരു കുളത്തിലായിരുന്നു വലിയ വിലപിടിപ്പുള്ള മീനുകളെല്ലാം കൊണ്ടുവന്നിട്ടിരുന്നത് എന്ന് പറയപ്പെടുന്നു. എന്നിട്ട് വെള്ളം കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്ന രൂപവുമുണ്ട് എന്നൊക്കെ ഞാൻ വായിച്ചു. ശരിയാണെന്നറിയില്ല. നമ്മൾ ആകാശ ചിത്രത്തിൽ കണ്ട ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇത് മുന്തിരിത്തോട്ടമായിരുന്നു. ഇവിടെ 4 ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇതിലേക്കുള്ളൊരു നടപ്പാതയുണ്ട്. നടുവിലായിട്ട് ഒരു പ്രത്യേക ഇരിപ്പിടവും. ഇനി നമ്മൾ കാണുന്നത് ഷാജഹാൻ നിർമ്മിച്ച കാസ് മഹലിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ്. ഇവിടെ കണ്ട നിങ്ങൾ ഈ 4 ഹുക്കുകൾ, ഈ 4 ഹുക്കിലായിട്ടൊരു പ്രത്യേക ദീപം കൊളുത്തിയിരുന്നു. അത് വല്ലാത്ത പ്രകാശമായിരുന്നു ആ ഹാളിന് നൽകിയിരുന്നത്. പിന്നെ ചുമരിൽ വളരെ വിലപിടിപ്പുള്ള സ്വർണം, രത്നം പോലുള്ള കല്ലുകളും മുത്തുകളും എല്ലാം വെച്ച് പിടിപ്പിച്ച ചുമരായിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ ഇതിൻ്റെ ഭരണം ഏറ്റെടുത്തപ്പോഴാണ് ഇതിനകത്തുള്ള സകലതും നഷ്ടപ്പെട്ടത്. ഇപ്പോൾ അതിന് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ അന്ന് ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ ഫിറ്റ് ചെയ്ത് വളരെ ഭംഗിയുള്ളതാക്കി മാറ്റിയിരുന്നു. നമ്മൾ കേട്ടതായിരിക്കും ഷാജഹാനെ വീട്ടുതടങ്കലിലാക്കിയെന്ന്. അത് സംഭവം മുംതാസിൻ്റെ മരണശേഷം ഷാജഹാന് ഭരണത്തിൽ ഒരു താല്പര്യമില്ലായിരുന്നു. പിന്നീട് താജ്മഹലിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ വരെ കേട്ടിട്ടുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ ഷാജഹാനെ തടവിലാക്കി, അല്ലെങ്കിൽ ഷാജഹാൻ കഴിച്ചു കൂട്ടിയ ഒരിടമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് താജ്മഹലിലേക്ക് നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഔറംഗസീബായിരുന്നു പിന്നീട് ഭരണം ഏറ്റെടുത്ത് നടത്തിയത്. ഈ കാണുന്നത് മിനാ മസ്ജിദാണ്. ഇത് കൊട്ടാരത്തിനകത്തെ സ്ത്രീകൾക്ക് വേണ്ടി നിസ്കരിക്കാനായി പ്രത്യേകം തയ്യാറാക്കിയതാണ്.